വചനമൊഴി ഒക്ടോബർ 19 മിഷൻ ഞായർ. വചനഭാഗം പുറപ്പാട് 3:1-14, ഏശയ്യ 61:1-6-10-11, 1 കോരിന്തോസ് 9:13-18, മത്തായിയുടെ സുവിശേഷം 10:1-15. സ്വഭാവത്താൽ തന്നെ മിഷണറി ആയിരിക്കുന്ന സഭ എല്ലാ വർഷവും ഒക്ടോബർ മാസം 3-ാം ഞായർ മിഷൻ ഞായറായി ആചരിക്കുന്നു. 1926 ഏപ്രിൽ 14-ാം തീയതി 11-ാം പിയൂസ് മാർപ്പാപ്പ നൽകിയ ആഹ്വാനപ്രകാരമാണ് മിഷൻ ഞായർ ആചരണം തുടങ്ങിയത്. വർഷത്തിൽ ഒരു ദിവസം ലോകമെമ്പാടുമുള്ള രൂപതകളിലും സ്ഥാപനങ്ങളിലും ഇടവകകളിലും മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുവാനും സഹായധനം അഭ്യർത്ഥിക്കാനും വേണ്ടിയായിരുന്നു ഇപ്രകാരം ഒരു ദിനം ആചരിക്കുവാൻ മാർപ്പാപ്പ നിർദ്ദേശിച്ചത്. ആ ചൈതന്യത്തോടെ ഇന്നും മിഷൻ ഞായർ ആചരിക്കാൻ നമുക്കും പരിശ്രമിക്കാം. ഇന്ന് പ്രഘോഷിക്കപ്പെടുന്ന വചനഭാഗങ്ങളെല്ലാം ദൈവവചനം പ്രഘോഷിക്കാൻ അയക്കപ്പെടുന്നതിനെ കുറിച്ചാണ്. പുറപ്പാട് പുസ്തകത്തിൽ നിന്നുമുള്ള 1-ാമത്തെ പ്രഘോഷണം ദൈവം മൂശയെ വിളിക്കുന്നതിനെ കുറിച്ചും വിമോചന ദൗത്യവുമായി ഈജിപ്തിലേക്ക് അയക്കുന്നതിനെ കുറിച്ചുമാണ്. വരാനിരിക്കുന്ന മിശിഹായുടെ വിമോചന ദൗത്യത്തെക്കുറിച്ച് ഏശയ്യാ പ്രവാചകൻ പറയുന്നതാണ് 2-ാമത്തെ പ്രഘോഷണം. സുവിശേഷ പ്രഘോഷകന്റെ മനോഭാവം എന്തായിരിക്കണമെന്നാണ് പൗലോസ്ലീഹ കോരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നത്. മിശിഹ തന്റെ ശിഷ്യന്മാരെ സുവിശേഷ പ്രഘോഷണത്തിന് അയക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. മൂശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന ദൈവം തന്നെ അവന് വെളിപ്പെടുത്തുകയും ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞിരുന്ന ജനതയുടെ പക്കലേക്ക് സുവിശേഷവുമായി അയക്കുകയുമാണ് ചെയ്യുന്നത്. വിമോചനത്തിന്റെ സദ്വാർത്തയാണ് അവിടെ പ്രഘോഷിക്കപ്പെടുന്നത്. ആയിരുന്നവനും ആകുന്നവനും ആയിരിക്കുന്നവനുമായി സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് എപ്പോഴും ആകുന്നവനായ ദൈവം എവിടെയും കൂടെ ഉണ്ടായിരിക്കുമെന്ന കാര്യമാണ് 1-ാമത്തെ പ്രഘോഷണത്തിലൂടെ പറയുന്നത്. ഈജിപ്തിലേക്ക് മൂശയെ അയക്കുമ്പോഴും കൂടെയുണ്ടായിരിക്കും, ഭയപ്പെടേണ്ട എന്ന് ധൈര്യപ്പെടുത്തി ദൗത്യമേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് മൂശയ്ക്ക് കൊടുക്കുന്ന ഉറപ്പ് ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന കാര്യമാണ്. മൂശയുടെ കൂടെ എപ്പോഴും ആയിരിക്കുന്ന കർത്താവിനെയാണ് മൂശ നിർവഹിച്ച ദൗത്യത്തിൽ ഉടനീളം കാണുവാൻ നമുക്ക് സാധിക്കുന്നത്. അയക്കപ്പെടുന്നവന്റെ കൂടെയായിരിക്കുന്ന കർത്താവാണ് അവന് ബലവും അഭയകേന്ദ്രവുമായിരിക്കുന്നത്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള പ്രഘോഷണത്തിൽ അയക്കപ്പെടുന്നവന്റെ ദൗത്യമാണ് എടുത്തു പറയുന്നത്. അയക്കപ്പെടുന്നവന്റെ മേൽ കർത്താവിന്റെ ആത്മാവുണ്ട്. അത് പീഡിതർക്ക് സദ്വാർത്ത നൽകുവാനാണ്, ഹൃദയം തകർന്നവർക്ക് ആശ്വാസമേകുവാനാണ്, തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും നൽകുവാനാണ്. മിഷൻ ഞായർ ആചരിക്കുമ്പോൾ സഭയുടെ ആത്യന്തികമായ ദൗത്യം ഇതാണെന്ന് ഏശയ്യാ പ്രവാചകനിലൂടെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മിശിഹായുടെ ദൗത്യവും അതായിരുന്നു. അതിന്റെ വാഹകരായിരിക്കുവാനാണ് മിശിഹായുടെ ഓരോ അനുയായിയും വിളിക്കപ്പെട്ടിരിക്കുന്നത്. താൻ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഓരോ വിശ്വാസിയും മിഷണറിയാണ്. മിഷണറി ദൗത്യം അവന്റെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം. മിശിഹായുടെ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി അപ്പസ്തോലന്മാരെ നിയോഗിക്കുന്ന കാര്യമാണ് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത്. മിഷനറിയുടെ ജീവിതശൈലി എന്തായിരിക്കണമെന്ന പ്രബോധനമാണ് സുവിശേഷം നൽകുന്നത്. സുവിശേഷ ഭാഗത്ത് ഈശോ സ്ലീഹന്മാരെ അയക്കുന്നത് ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്കാണ്. ജനതകളുടെ അടുത്തേക്ക് പോകരുത്, സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കരുത് എന്ന് പറയുന്നത് അവർക്ക് സുവിശേഷം ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് സ്ലീഹന്മാർ പരിശീലനത്തിന്റെ അവസരത്തിലാണ്. അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഇസ്രായേൽക്കാരോട് ദൈവരാജ്യം പ്രഘോഷിക്കുവാൻ എളുപ്പമാണ്. ജനതയുടെ പക്കലേക്ക് പോകാൻ അവർ ആയിട്ടില്ല. അതിനവർ കൂടുതൽ ശക്തി നേടേണ്ടിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിന്റെ അവസാനം സ്ലീഹന്മാരെ അയക്കുമ്പോൾ സകല ജനപദങ്ങളോടും സുവിശേഷം അറിയിക്കുവാനാണ് ഈശോ അവരെ അയക്കുന്നത്. പ്രത്യേകമായി സുവിശേഷ പ്രഘോഷകരായി അയക്കപ്പെടുന്നവരെ സംരക്ഷിക്കേണ്ട ചുമതല സഭാ സമൂഹത്തിനുണ്ടെന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗവും പൗലോസ്ലീഹയുടെ ലേഖനവും സൂചിപ്പിക്കുന്നു. ഇപ്രകാരം പ്രത്യേകം നിയോഗിക്കപ്പെടുന്ന വ്യക്തികൾ
സുവിശേഷം പ്രസംഗിക്കുന്നതിൽ അഭിമാനിക്കാനൊന്നുമില്ല, കാരണം അത് ഒരുവന്റെ കടമയാണ്. അത് ചെയ്യുന്നില്ലെങ്കിൽ അവന് ദുരിതമെന്നാണ് ശ്ലീഹ പ്രബോധിപ്പിക്കുന്നത്. സഭാ സമൂഹത്തിന്റെ ഭാഗമെന്ന നിലയിൽ ഓരോ വിശ്വാസിയും മിഷണറിയാണ്, കർത്താവിന്റെ സദ്വാർത്തയുടെ വാഹകരാണ്. എന്നാൽ സവിശേഷമായി സുവിശേഷ വേലയ്ക്കായി സമർപ്പിക്കപ്പെട്ടവർ തങ്ങളുടെ കടമകൾ വിശ്വസ്തയോടെ നിറവേറ്റുവാനും അങ്ങനെയുള്ളവരെ സംരക്ഷിക്കുവാനുള്ള സഭയുടെ ദൗത്യവുമാണ് ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ പങ്കുവയ്ക്കുന്നത്. ആകുലചിത്തരാകാതെ കർത്താവ് കൂടെയുണ്ടെന്ന ആഴമായ ബോധ്യത്തിൽ സഭാത്മക ജീവിതവും മിഷണറി ദൗത്യവും നിർവഹിക്കുവാൻ മിഷൻ ഞായർ ആഹ്വാനം ചെയ്യുന്നു. മിഷൻ ഞായറിന്റെ ചൈതന്യം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.